ജില്ലയിൽ കാല് കുത്തുന്നു. കളക്ടർ ഞാനോടാ കളക്ടർ MBBS IAS എന്ന് ഞാൻ പറയും. IAS കളക്ടറെ കണ്ടോ? IAS എന്ന് കാലം ചുറ്റിട്ട് ഇങ്ങനെ എറിയും. സുഖ്ദേവ് സിംഗ് പഞ്ചാബില്. അപ്പൊ ആരറിയും? ഞാൻ ഈ പുഴ പോയി ചാടാൻ പോവാ. ഇവിടെ ചാടിയൊന്നും ചാവില്ല മനുഷ്യ. ആ മൂട്ടിനൊപ്പം ചാവില്ല. അല്ലൂർ പറ്റിയ സാമ്പിൾ വെടിക്കെട്ട് ഇതിനെക്കാട്ടും വലിയ വെടിക്കെട്ട് ഇനി പോയിട്ടായിരിക്കും അതും കൂടി മുട്ടുമ്പോ നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ കുട്ടി അല്ലേ അടിച്ചു പൊളിച്ചു. ഇന്ന് 25-ാം തീയതി ക്രിസ്മസ് രാവിലെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് ജോർജേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഒരു 3-4 പേര് കൂടുന്നൊരു കമ്പനി. അപ്പോൾ അത് എല്ലാം വയസ്സന്മാരാണ്. ഞാനും 30 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തന്ത വൈബ് എന്നല്ലേ പറയും. അപ്പോൾ തന്ത വൈബിൻ്റെ ഒരു എക്സ്ട്രീം വീഡിയോ, സൂപ്പർ ഒരു വീഡിയോ ആണ്. ചെറുതായിട്ട് തെറി കുറച്ചിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടല്ലേ, അതിൻ്റെ ഒരു വേറെ വെറൈറ്റി സാധനം നമ്മൾ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. നമ്മൾക്ക് പണിക്കാരി ആരാ എവിടെ വെച്ച്? അതെ ആരാ അവിടെ മിലിറ്ററി പോയിട്ട് എത്ര വടി വെച്ചു? മിലിറ്ററി പോയിട്ട് എത്ര വടി വെച്ചു? ഷൂട്ടിംഗ് ഒന്നുമില്ല. നീ വണ്ടി നമ്മുടെ ഞാനല്ല പോയത്. എന്റെ ഇപ്പോഴും ഉണ്ട് കേട്ടാ, ഇപ്പോഴും ഉണ്ട്. അവൻ പോയിട്ട് ഒരു മരിച്ചുപോയി ആളെ എന്റെ അനിയൻ മരിച്ചോ. കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്ര അറിയോ? ലക്ഷങ്ങൾ. ലാസ്റ്റ് ഇയാൾ പോയിട്ടാ അത് വെറുതെ തന്റെ നിങ്ങള് 5 പാകിസ്ഥാനികൾ വെടിച്ചു പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇയാൾ അനിയൻ മരിച്ച എപ്പോഴാന്ന് ചോദിച്ചു? 2002 അവിടെ തന്നെ പോയത്. ആണ്ടിയും വരുമ്പോ പോയത്. പോട്ടെ അത് പോയത് പോട്ടെ. പക്ഷെ ഇന്ന് അറിയാം എന്റെ മോനെ കേട്ടാൻ നിർത്തിയാണ് നോക്കി സിറ്റിയിലാണ്. ആ മോനെ സിറ്റിയിലാണ്. അതിന് മുട്ടിടിക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞ മുഴുവൻ കേൾക്കുന്ന വെച്ചാ ജോർജേട്ടാ അങ്ങനെ പറഞ്ഞ ടൂന്ന് സൗണ്ട് ഇടേണ്ടി വരും. ട്യൂന്ന് ഞാനൊക്കെ ഓടിക്കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്നെ കൂട്ടുകാരന്റെ മകൻ തമാശ പറഞ്ഞല്ല. ഇയാൾ കണ്ട് വീട്ടില് അങ്ങനെ ഭിത്തി വെച്ചിട്ട് എന്റെ പേര് സുഹൃത്ത് തമാശ പറഞ്ഞല്ല. ഇതൊരു വെടിക്കഥയാണ് അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാരെ പോകുന്നില്ല, ലീവിൽ വന്നില്ലേ? അതങ്ങനെയല്ല, അങ്ങനെ പറയാറില്ല ചേട്ടാ. അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ ഒരു ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. നീയാ നിനക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. എന്റെ ഒരു മനസ്സ് പറയണം. ഓടിയില്ല. എത്രയാണോ? ഒരു 5 അടി 5 അതേ ഉദ്ദേശിച്ചുള്ളൂ. കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ ബിജുവേട്ടൻ ബിജുവേട്ടൻ നോക്കി വിട്. അവിടെ ഉണ്ടെങ്കിലും ഇവിടെ മുട്ടും, ഇവിടെ മുട്ടും. പോകുമ്പോ ഫസ്റ്റ് എടുക്കുമ്പോ അവിടെ മുട്ടും. ആയിക്കോട്ടെ, മുട്ടിയാലേ നമ്മളോട് അറിയാം. തമ്മിലാണല്ലോ ഈ കുഞ്ഞാണ്ടില്ല, കുഞ്ഞാണ്ടില്ല. ആ പോയി ചവിട്ടി തപ്പുറത്താണ്. ഞാൻ അവനെ വെറുതെ മനസ്സിലല്ല മച്ചാ. എന്താ നീ എത്ത് പഠിച്ചാലും വേണ്ടില്ല, എന്ത് പഠിച്ചാലും ഇപ്പോഴും അങ്ങനെയാണ്. മോദി അല്ല സർക്കാരിനും വേണ്ടില്ല, ഇപ്പോഴും അങ്ങനെയാണ്. നിനക്കാരും ഞാൻ നേരത്തെ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മിലിറ്ററി പോകാനുള്ള ചാൻസ് പ്രതീക്ഷ ഞാൻ ആഗ്രഹിച്ച് അവിടെ വരും.
ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ മിലിറ്ററിക്കാരനാണ്? ഇപ്പോഴും ചാൻസ് ഉണ്ട് എനിക്ക്. 30 വയസ്സ് വരെ നിങ്ങൾ മിലിറ്ററിക്കാരനാണ്? ഇപ്പോഴും ചാൻസ് ഉണ്ട് നിനക്ക്. 30 വയസ്സ് വരെ നിനക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ എല്ലാരും കാണട്ടെ. പണി ഒഴക്കണു. അങ്ങനെയല്ല, എന്റെ അനിയൻ പോയതാണ് പറഞ്ഞു. എന്റെ അനിയൻ പോയത് 21 വയസ്സിൽ. എന്റെ അനിയൻ പോയി പ്ലസ് 2 പഠിക്കുന്ന കാലത്ത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര സാധനം ചെലവ് സീരിയസ് ഉണ്ട്. അത് അവിടെ അറിയാം. വീക്കെൻഡ്സ് അവിടെ അറിയാം. അപ്പൊ അറിയാലോ വീക്കെൻഡ്സ് നിങ്ങൾ കാണുന്ന മേച്ചറെ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളാണ് മേടിച്ച് നടക്കുന്നുണ്ട്. ആള് വിടും, വണ്ടി കൂട്ടും ചിലപ്പോ. റാണിയമ്മ എടുത്ത് കാലം ചുറ്റിട്ട് ഇങ്ങോട്ട് എറിയും. ഇവന്ന ലീവിന് പോയിട്ട് അവിടെ കൊള്ളോടിച്ച് നടക്കാമല്ലോ. മേജർ കൃഷ്ണൻ പിള്ള, മേജർ സുഖ്ദേവ് സിംഗ്. സുഖ്ദേവ് സിംഗ് പഞ്ചാബില്. അപ്പൊ ആരറിയും? ഇത് മൊബൈൽ ഉണ്ടെന്ന് ഷൂട്ട് ചെയ്യണം. വിജയോട്ടാ എന്ത് പറയും നിങ്ങൾ? അവൻ 100 ഇഞ്ച് എഴുതിയിട്ട് 100 ഇഞ്ച് എഴുതി പറഞ്ഞ എം.എ. പയസ് ആയ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എം.എ. പാസ്സായ എന്ത് ചെയ്യാൻ പറ്റും? MA പാസ്സായ ഷൂട്ടിംഗ് ആണ്. ഈ ഇന്നലെ പിണറായി പറഞ്ഞിട്ടുണ്ട്. പിണറായി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിണറായി നിങ്ങൾക്ക് ഓർമ്മയില്ല? പിണറായി വിട്, പിണറായി വേണ്ട, പിണറായി വേണ്ട, വേണം, തീർച്ചയായിട്ടും വേണം. പിണറായി വേണ്ട. ഇവിടെ നാടാണ് അയാള് സ്റ്റേഡിയത്തില് മറ്റേ ബനെ എന്താ ഒതുക്കി, എന്താണ് അല്ലു അർജുനെ ഒതുക്കി. പിണറായിയോ? അല്ലല്ല, മറ്റേ കർണാടകയിലോ ഇതിനൊരു വെളിവില്ല തോന്നുന്നുണ്ട്. അല്ലു അർജുനെ അങ്ങനെ പോലീസ് പിടിച്ചു. മക്കളെ ഇതാണ് തന്ത വൈബ്, വേണേ കണ്ടോ. അല്ലു അർജുനെ പിടിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എന്ത് കർണാടകക്കാരെ കർണാടകക്കാരെന്താ കൊടുക്കൊണ്ടാക്കി ഞങ്ങള്. ആര് നിങ്ങൾ ഉണ്ടാക്കിയോ? തേയിലത്തോട്ടം അവരുടെ വക്കീലുണ്ട്. സെക്രട്ടറിനെ പിടിച്ചിട്ട് അങ്ങനെ മിനിറ്റ് അയാളെ പിടിച്ചിട്ട് അയാളുടെ സെക്രട്ടറിനെ പിടിച്ചിട്ട് ഒതുക്കി. സെക്രട്ടറി കൂളിംഗ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കണേ. മനസ്സിലായാ ബിജുവേട്ടാ? ഞാൻ വെറും വാക്ക് അപ്പോഴും പറയാറില്ല. നമ്മൾ അറിയുന്ന വ്യക്തികളെ ഞാൻ പറയുള്ളൂ. അല്ല അത് വേറെ ഈ അല്ലു അർജുനായിട്ട് നിങ്ങളുടെ ബന്ധം അങ്ങനെ? അല്ലു അർജുനായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള കുട്ടാപ്പിയിലെവിടെ അറിയണം. പറയില്ല, ഞാൻ പറയില്ല. നീ അല്ലു അർജുനായിട്ട് ബന്ധം കാര്യം പറയാം. നീ എവിടേക്കാ പോണേ? അല്ലു അർജുനായിട്ട് പരിചയം പറഞ്ഞാൽ ഞങ്ങളെ പഴയ എവിടെ? അത് പറ. മാമന്റെ കുഞ്ഞമ്മന്റെ നിങ്ങൾ പണ്ട് ഇവിടെ അങ്ങനെയല്ല. അല്ലു അർജുൻ ഇതാണ് കള്ളി കൃഷ്ണൻ. അങ്ങനെയല്ല, കുഞ്ഞമ്മന്റെയോ അമ്മന്റെയോ ആരുടെയോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും എന്റെ ഒരു ആയിക്കോട്ടെ, എന്നാലും പറയണം, അവള് നല്ലൊരു മനുഷ്യനാണ്. ആരാണ്? അപ്പൊ എന്താ ജോർജ് ചേട്ടൻ മോശമാണോ? ഈ പാലക്കാട്ടുകാർ മൊത്തം നല്ല തള്ളാണ്. ഞാൻ മോശമാണോ? അല്ലു അർജുന്റെ മോശമാക്കണം നിങ്ങൾക്ക്? നിങ്ങളെ പറഞ്ഞ അർജുന ഇപ്പൊ കേസില് ഒരു വണ്ടി അടിച്ച് കേസില് അവര് നിങ്ങൾ അല്ലു അർജുൻ തമ്മിൽ ബന്ധം പറ എന്താന്നുള്ളത്. ഓ അങ്ങനെ പോയോ? പറഞ്ഞു തന്നാൽ നിങ്ങൾ ബോധിക്കോ? നിങ്ങളുടെ ഒരു വണ്ടി അവനെ ഇടിച്ചു, അവനെ എല്ലാ കൊണ്ട് ഇടിച്ചു. സ്പോട്ടില് കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ. ശരിയാണ്. എന്തേ നിങ്ങൾ വിചാരിച്ച അതിലൊന്നും പറയല്ല. ഞാനോട് കണ്ണെന്ന് ചേട്ടാ, എന്റെ 3 കുട്ടികളോടും വിളിച്ച് പറയാണ്, എന്റെ അപ്പം മരിച്ചത് ചട്ടൂന്ന്. ഞാൻ ഈ പുഴ പോയി ചാടാൻ പോവാ. ഇവിടെ ചാടിയൊന്നും ചാവില്ല മനുഷ്യ. ആ മൂട്ടിനൊപ്പം ചാവില്ല. അല്ലൂർജിനും പറ്റിയ നേരിട്ട് നേരിട്ട് വന്നോ? ഓ, അല്ലു അർജുൻ വണ്ടിന്ന് ഇടിച്ചിട്ട് രക്ഷപ്പെട്ടു നേരിട്ട് വന്നു. അപ്പൊ നിങ്ങളുടെ എന്താ പറഞ്ഞു? സാമ്പിൾ വെടിക്കെട്ട്, ഇതിനെക്കാട്ടെ വലിയ വെടിക്കെട്ട് ഇനി വരാം. അവിടെ പോയിട്ടായിരിക്കും അതും കൂടി മുട്ടുമ്പോ. നിനക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ കുട്ടികളാണ്. മുട്ട കഴിച്ചോ? ഭക്ഷണം കഴിക്കണം. തന്ത വൈബ് ലാസ്റ്റ് എൻഡിങ് ആണ്. ഒരു 2 മിനിറ്റ് ഉണ്ടാവും. നമ്മള് എല്ലാരും സാധനം പൊക്കാത്തല്ല, സാധനം എല്ലാ വിഷയം
നമ്മുടെ ഈ തോട്ടം ഞാൻ മേടിക്കാൻ പോകും ആ നിങ്ങളുടെ ആണ്ടി കുണ്ണി മൈദ കൂടി അറിയാം നിനക്ക് വിജയോട്ടാ സുഹൃത്തിട്ടോ പ്രതീക്ഷ ഓ ഏട്ടൻ പറഞ്ഞു കള്ളിനും വിളി പറയില്ല ദൈവത്തെ ഒരു ഫാന് ചെയ്യില്ല ഒരു ഫാന് നിങ്ങളുടെ ബെഡ്റൂം എന്റെ ആവശ്യമാണ് ശരിയോ അത് ഞാൻ ഏറ്റു ചെയ്യുന്ന കാര്യമാണ് ജോർജേട്ടന്റെ വക. അത് ഞാൻ പഠിച്ചത് നീ കിടന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തമ്പുരാനെ ഇങ്ങോട്ട് ഞാൻ വെക്കുന്നെ. ക്ഷമിച്ചു അതേ വിട്ട് കേസ് വിട് തരുമ്പോ വേണമെങ്കിൽ നമ്മളൊരു 10 റുപ്യ അങ്ങനെ തരാം കൊടുക്കുമ്പോ അത് നല്ലൊരു സാധനം. കൊടുക്കണം നേരെ അല്ല നമ്മള് കൊടുക്കാൻ നിൽക്കുന്നത് മുഖ്യതയോടെയും മൈരാണി മകളെ നമുക്ക് കൂട്ടിയില്ല ഞാൻ പിടിക്കും ഇപ്പൊ നിന്റെ പിടി ഇരുന്നു. 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിടിക്കുമ്പോ ഈ വരുമ്പോ എന്താ പറയും അതുപോലെ തന്നാണ്. അയാളുടെ വീട് എനിക്ക് അത് ഞാൻ വിചാരിച്ചു നിൽക്കുന്നു. അത് ആ ഒരു ടൈം ഇങ്ങനെ മാറുന്നതാണ് അല്ലേ? അതേപോലെ പിന്നെ 2 പെട്ടക്കുട്ടികളല്ലേ അതേപോലെ എന്റെ മക്കളത് പറയും എന്റെ 2 ഇതൊക്കെ അവിടെ കോട്ടിലെത്തി അച്ഛനങ്ങനെ കഴിച്ചു ചെയ്യണ്ട അങ്ങനെ ആയില്ല മൂത്തോനെ വിജയോട്ടാ എന്റെ മക്കളില്ലേ എന്റെ മക്കളില്ലേ എന്റെ മക്കളില്ലേ നിങ്ങളുടെ രണ്ടാമത്തെ സൂപ്പറാ. എന്താ പ്രതീക്ഷ എനിക്ക് പറയാനുള്ളത്? വേണ്ട എനിക്കറിയുന്ന നിങ്ങൾക്ക് ജില്ലയിൽ കാല് കുത്തുമ്പോ കളക്ടർ ഞാനോടാ നമുക്ക് ഇവിടെ നൈറ്റ് ഇരുന്ന് കളക്ടർ MBBS IAS എന്ന് ഞാൻ പറയും രജീഷേ IAS പാലക്കാട് ജില്ലയിലെ കളക്ടറെ കണ്ടോ? IAS എന്ന് വിചാരിക്കും കളക്ടറാ കാണിച്ചപ്പോ വൃത്തിയായിട്ട് ബൈക്കിനൊക്കെ ഒരു പരിധി ഉണ്ട്. കളപ്പം ഉണ്ടോ അവൻ ചൊറിയാനില്ല അവൻ ചൊറിയാനില്ല എടുക്കാനുള്ള ധൈര്യമില്ല കളക്ടർ പറഞ്ഞത് എടുക്കട്ടെ നിങ്ങൾ തന്നെ പാലക്കാട് കളക്ടർ ഒന്നും വേണ്ട ഇത്തിരി ചോറ് കൊണ്ടിട്ടേ പോവാം. പോരെ? മോനെ നീ എന്നെ അറിയില്ല ശരിക്കും പാലക്കാട് കളക്ടർ പറഞ്ഞ CPMന്റെ കളക്ടറാണ് ഞാൻ ആയിക്കോട്ടെ, ആ അത് പൂർത്തിയായിട്ട് ചെയ്യ്. ശരി. അത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് അവർക്ക് വൃത്തിയാവും. ഉം. ആ അത് ഇട്ട് കൊടുക്കുന്നു ഒരു കോളില് ഇട്ട് കൊടുക്ക. ഇട്ട് കൊടുക്കുക. നീ മനസ്സിൽ ഒന്നുപോലെ ആരാണ് ഞാൻ ആരാ എന്താന്നുള്ളത് നീ ചിന്തിക്കും. നിങ്ങൾ കളക്ടർ, ആ അല്ല കളക്ടർ പറയണ്ട, മന്ത്രി, ഇത് മന്ത്രി. കളക്ടർ പറയണ്ട. എന്തിനായോ നിങ്ങളുടെ മക്കള് വന്നിട്ട് ഫുള്ള് പറഞ്ഞു തന്നിട്ട് പോയിട്ട് അയ്യോ ക്യാമറ ഷേക്ക് ആക്കരുത്. എന്ത് വേണം ഞങ്ങൾ ചെയ്യാൻ ഒന്നും ഉണ്ടെന്ന് നിങ്ങളെ അല്ലേ അതാ അടിച്ചു പൊളിച്ചു. ദൈവത്തോട് മൊത്തത്തിൽ നമുക്ക് വീഡിയോ ഇവരെയൊക്കെ ഞാൻ ചവിട്ടിക്കൂട്ടാൻ തീരുമാനിച്ചാണ്. ശരി. ന്യൂസ് പണം